ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ റോസ്റ്റിനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ഗ്ലാസോളം വെള്ളം. ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എങ്കിലും ഒരു 1/2 ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വെന്തോ ഒന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് മുറിഞ്ഞു വന്നു, അതിനർത്ഥം ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും ഒരു ചാറ് നമുക്ക് വേണം. കുറച്ച് ഗ്രേവി വേണമല്ലോ റോസ്റ്റ്, ഒത്തിരി ഡ്രൈ അല്ലല്ലോ. അപ്പോൾ ഇത് മതി. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ചെറുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി നീളത്തിലാണ് മുറിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയാണല്ലോ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരുപാട് കളറൊന്നും മാറി വരണ്ട. കളർ മാറി തുടങ്ങുന്ന ഒരു പാകം അത് മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കനം കുറച്ച് അരിഞ്ഞതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞാണെങ്കിലും ചേർക്കാം. വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ വലുപ്പത്തിൽ 2 എണ്ണം ആണ് ഞാൻ ചേർക്കുന്നത്. ഇനി ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 പച്ചമുളക് വരെ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് മൂപ്പിക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം മൂപ്പിച്ചിരുന്നു. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ അച്ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. അത് റെക്കോർഡായില്ല ഞാൻ എടുത്തത്, അതുകൊണ്ടാണ്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഈ കറിവേപ്പിലയുടെ ഒക്കെ മണം ചെമ്മീനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇന്നത്തെ നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.